എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ചാലക്കുടി കലാഭവൻ മണി പാർക്കിലാണ് നിൽക്കുന്നത്. എൻ്റെ ഈ പിറകിലെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നിങ്ങൾ ഏതെങ്കിലും വനത്തിലോ ഫോറസ്റ്റ് ഏരിയയിലാണെന്ന് തോന്നരുത്. കലാഭവൻ മണി പാർക്കിലാണ്. ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ വന്നിരിക്കാറുള്ള ആളുകളുടെ കൂട്ടത്തിലൊരാളാണ് ഞാൻ. ഒരു മനസ്സിനൊരാനന്ദം, ഈ പാട്ടൊക്കെ കേൾക്കാം, കുറച്ച് നേരം നടക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഫാമിലീസ് പിള്ളേരെ കൊണ്ടുകൂടെ വരുന്നത്. പക്ഷേ ഞാൻ ഈ കുട്ടികളെയും കൊണ്ടുവരുന്ന മാതാപിതാക്കന്മാരോട് പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ കുട്ടികളെ നിങ്ങൾ കൂടെ നടത്തണം, അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെ കടിയേക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഘോരവനായി മാറിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടുന്ന ആ പാട്ടുപുരയുടെ സൈഡിലുള്ള ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 3 അടി ഹൈറ്റിൽ പുല്ല് വളർന്നേക്കാം. അതാദ്യം ഒന്ന് വെട്ടി ഒതുക്കി കഴിഞ്ഞാൽ നല്ലതാണ്. അതാണ് ആദ്യം വെട്ടി ഒതുക്കേണ്ടത്. ഇതാകെ ഒരു സുഖമില്ലാത്ത രീതിയിലാണ് ഈ പാർക്കിൻ്റെ അവസ്ഥ. ഇതിൻ്റെ ഞാൻ നേരത്തെ ബസ് സ്റ്റാൻഡിനെ പറ്റി പറഞ്ഞ പോലെ ഭൗതിക സ്ഥിതി ഇതാണ്. പുല്ല് ക്രമാതീതമായിട്ട് വളർന്നിട്ടുണ്ട്. അത് ആ പാട്ടുപുരയുടെ അവിടേക്കുള്ള റൈറ്റ് സൈഡിലുള്ള ഭാഗത്തുള്ള പുല്ല് ആദ്യം ഒന്ന് വെട്ടി ഒതുക്കുക. അത് ചെയ്തില്ലെങ്കിൽ ഈ പാവപ്പെട്ട ഈ ചെറിയ കുട്ടികളോ ഒന്നറിയാത്ത ഈ പിള്ളേരുകളോ ഈ പുല്ലിൻ്റെ ഇടയിലേക്കൊക്കെ ഓടിപ്പോകും. അണലി ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. ഞാനിത് കാണാറുള്ള സംഭവമാണ്. മാതാപിതാക്കന്മാരോട് പറഞ്ഞാൽ പിള്ളേരെ കളിക്കാൻ വേണ്ടി വിടും. പിള്ളേരുകൾ പോകുന്നത് ഈ പുല്ലില്ലായിരിക്കും. ചിലപ്പോൾ ഈ കടി കൊണ്ടിട്ട് ചിലപ്പോൾ പിള്ളേരുകളൊന്നും ചിലപ്പോൾ പറയില്ല. എന്താണ്ടാൻ പോകുന്നത് വെച്ചാൽ അപകടമാണ്. അത് തീർച്ചയായിട്ടും ഈ പുല്ല് വെട്ടിക്കളയാനുള്ള ഇടപെടൽ ചെയ്യുക. രണ്ടാമത്തെ കേസ് എന്തെന്നറിയാം, ഇവിടെ ഈ പാർക്ക് തുറക്കണതിനൊരു സമയമുണ്ട്. കാലത്ത് 5 മണി തൊട്ട് 8 മണി വരെ, വൈകുന്നേരം 5 മണി തൊട്ട് പിന്നെ 8, 9 വരെയാണ് എന്നാണ് എൻ്റെ അറിവ്. ഈ സമയത്തിൽ ഇവിടെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടാവണം. കാരണം ഇവിടെ പല സാമൂഹ്യ വിരുദ്ധ പരിപാടികൾ അരങ്ങേറുണ്ട്. ഇത് വളരെ ചെറിയ പിള്ളേരുകളൊക്കെ വന്നിട്ടാണ്, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ കാണിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ വളരെ ശോചനീയമായ രീതി. ഞാൻ ഒരിക്കൽ ഈ സംഭവം കണ്ടിട്ട് ഞാൻ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സംഭവങ്ങളുണ്ട്, അത് അവതരിപ്പിക്കേണ്ട സ്ഥലത്ത് അവതരിപ്പിക്കുക, പറയേണ്ട സ്ഥലത്ത് പറയുന്നു. അത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, വളരെ മോശകരമായ സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം പലതരത്തിലുള്ള ലഹരികൾ ഉപയോഗിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്കൂളുകളിലൊക്കെ ലഹരികൾ ഉപയോഗിക്കുന്ന കുട്ടികളെ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കറിയാം ചാലക്കുടിയിൽ നടക്കുന്ന സംഭവങ്ങൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്ന സംഭവം നമുക്കറിയാമല്ലോ. ചുറ്റുകൊണ്ടടി ഈ വക സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പാർക്ക് ഇത്തരം കാര്യങ്ങൾക്കൊരു ഇടത്താവളമാകുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് വൈകുന്നേരം 5 മണി തൊട്ട് ഉള്ള സമയങ്ങളിൽ ഇവിടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അവർ വന്ന് അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കണം. കാരണം ഗണ്യമായ രീതിയിലുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. വളരെ മോശകരമായ സംഭവം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മളോട് അവർ തട്ടുത്തരം പറയും, ഞങ്ങൾ പ്രായപൂർത്തി ആയവരാന്നൊക്കെ പറയുന്നത്, ഈ വളരെ എന്നൊക്കെ പറയുന്നത് ചെറിയ പിള്ളേരുകളൊക്കെ കൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും വന്ന് കാണിക്കുന്ന അഭ്യാസ കസർത്ത്. അപ്പോൾ ദയവ് ചെയ്ത് കൗൺസിലർമാരും ഭരണാധികാരികളും ഈ വിഷയത്തിൽ നിന്ന് ഇടപെടണം എന്ന് വളരെ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ഈ പുല്ല് വെട്ടാനും. നന്ദി, നമസ്കാരം. कोई